ഓം നമോ നാരായണായ. നാരായണീയം ദശകം 2 ശ്ലോകം 8. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത് കർമ്മയോഗാഭിധം തദ്ധൂരേത്യഫലം യതോപനിഷദജ്ഞാനോപലഭ്യം പുനഃ തത്തു അവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാത് വിഭോ ത്വത്പ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. വിഹിതകർമ്മം ഫലാപേക്ഷ കൂടാതെ അനുഷ്ഠിക്കുക എന്നതാണല്ലോ കർമ്മയോഗം. അതിൻ്റെ ഫലം വളരെ വൈകിയേ ലഭിക്കുകയുള്ളൂ. ഫലം ലഭിക്കുക തന്നെ ചെയ്യും, അത് താമസിച്ചായിരിക്കുമെന്ന് മാത്രം. ഉപനിഷത്ത് പഠനം കൊണ്ട് ജ്ഞാനം സമ്പാദിക്കാം, ജ്ഞാനയോഗം അനുഷ്ഠിക്കാം. പക്ഷേ അത് അത്ര കൊണ്ട് വ്യക്തമാകാത്തതിനാൽ മനസ്സിൽ ഉറച്ചിരിക്കുക എന്നത് പ്രയാസമുള്ള കാര്യമാണ്. അതിനാൽ ഗുരുവായൂരപ്പ, ഭക്തി തന്നെയാണ് ശ്രേഷ്ഠവും ശ്രേയസ്കരവും. ശ്ലോകം 9. അത്യായാസകരാണി കർമ്മപടലാനി ആചര്യനിര്യന്മലാ ബോധേ ഭക്തിപദേധവാപ്യുചിതതാം ആയാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപു ബ്രഹ്മാഖ്യാം അന്യേ പുനഃ ചിത്താദ്രത്വം മൃദേ വിചിന്യ ബഹുഭിഃ സിദ്ധ്യന്തി ജന്മാന്തരേ. ചില മഹത്തുക്കൾ വളരെ ക്ലേശകരമായ കർമ്മയോഗം അനുഷ്ഠിച്ച് മനഃശുദ്ധി നേടുന്നു. പിന്നെ ജ്ഞാനയോഗം, ഭക്തിയോഗം എന്നിവയ്ക്ക് അർഹരായിത്തീരുന്നു. പക്ഷേ അതുകൊണ്ടെന്തു പ്രയോജനം? വേറെ ചിലർ ഹൃദയശുദ്ധിയെ കാര്യമാക്കാതെ തർക്കപഥത്തിൽ കൂടി ഊഹാപോഹങ്ങളിൽ കുടുങ്ങി വളരെയധികം ക്ലേശിച്ച് പരബ്രഹ്മമായ അങ്ങയെ ധ്യാനിച്ച് പല ജന്മങ്ങൾ കൊണ്ട് മോക്ഷത്തിനധികാരിയായിത്തീരുന്നു. ഓം നമോ നാരായണ.